ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും 8K ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയുന്നത് CCTV ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സംഭവിച്ചു പോകാറുള്ള ചില അപാകതകളെ കുറിച്ചാണ്. CCTV ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് തന്നെ CCTV ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ CCTV ക്യാമറ ഫിറ്റ് ചെയ്യുമ്പോൾ സൺലൈറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് പലരും ക്യാമറ ഫിറ്റ് ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്യാമറക്ക് മുമ്പിൽ വരുന്ന വ്യക്തിയെ വ്യക്തമാവാത്ത രീതിയിൽ, അതായത് ലൈറ്റ് ഉള്ള ഭാഗത്ത് ക്ലിയർ ആയിട്ടും ഈ ലൈറ്റ് കുറഞ്ഞ ഭാഗത്ത് ഇരുട്ടായിട്ടും കാണും. അങ്ങനെ ഒരു പ്രശ്നം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, ക്യാമറ ഫിറ്റ് ചെയ്യുമ്പോൾ ലൈറ്റിന്റെ സെയിം ഡയറക്ഷനിൽ വേണം നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്യാൻ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പല സമയത്തും കണ്ടുവന്നിട്ടുള്ളത് ഈ ഷോപ്പുകളുടെ ഫ്രണ്ട് സൈഡിൽ എൻട്രൻസിലേക്ക് ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതായത് റോഡ് സൈഡിൽ നല്ല വെളിച്ചമായിരിക്കും, വെയിൽ വരുന്നുണ്ടാവും. എന്നാൽ ഷോപ്പിനകത്ത് ആ വെയിലിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വെളിച്ചം കുറവായിരിക്കും. അപ്പൊ നമ്മൾ ഈ കയറി വരുന്ന ആളെ കാണാൻ വേണ്ടിയിട്ട് ഒരു ക്യാമറ എൻട്രൻസിലേക്ക് തിരിച്ചു വെക്കും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ ആള് കയറി വരുമ്പോൾ ഒരു നിഴല് പോലെ മാത്രമേ കാണുള്ളൂ. ആ റോട്ടിൽ നടക്കുന്ന വണ്ടി പാസ് ചെയ്യുന്നതും വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാനും പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ആ ഒരു പൊസിഷനിൽ ക്യാമറ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്ലാരിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ചെയ്യേണ്ടത്, ആ ആള് ഷോപ്പിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് കാണുന്ന രീതിയിൽ, അതായത് ഷോപ്പിന് വെളിയിൽ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്ത് ഷോപ്പിനകത്തേക്ക് കാണുന്ന രീതിയിൽ വേണം നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യാൻ. വീടുകളിലൊക്കെ സാധാരണ ക്യാമറ ഫിറ്റ് ചെയ്യുമ്പോൾ വീടിന് വെളിയിലായിട്ട് സൺസൈഡിന് താഴെയായിട്ട് അങ്ങനെയാണ് പൊതുവെ സെറ്റ് ചെയ്യാറുള്ളത്. അങ്ങനെ സെറ്റ് ചെയ്ത് ക്യാമറയുടെ പൊസിഷൻ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഈ സൺസൈഡും ചുമരും കൂടുതലായിട്ട് കാണുന്ന രീതിയിൽ പൊസിഷൻ സെറ്റ് ചെയ്ത് പോവാറുണ്ട് പലരും. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ദോഷം എന്താന്ന് വെച്ചാൽ, നൈറ്റ് വിഷൻ ആകുന്ന സമയത്ത് ഈ ക്യാമറയിൽ നിന്നും വരുന്ന ഇൻഫ്രാറെഡ് ലൈറ്റ് IR, ആ ഒരു ലൈറ്റ് ഈ സൺസൈഡിലും ചുമരിലും തട്ടിയിട്ട് മറ്റുള്ള സ്ഥലത്തേക്ക് പോകാതെ ഈ ഒരു ചുമരും സൺസൈഡും മാത്രം കാണുന്ന രീതിയിലായിരിക്കും നൈറ്റ് വിഷൻ വർക്ക് ചെയ്യാം. അങ്ങനെ നൈറ്റ് വിഷൻ വർക്ക് ചെയ്യുമ്പോൾ മുറ്റത്ത് നടക്കുന്ന അല്ലെങ്കിൽ ഈ വെളിയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും വ്യക്തതയില്ലാതെ പോകുന്നു. അങ്ങനെ ഒരു പ്രശ്നം നൈറ്റ് വിഷനിൽ കാര്യമായിട്ട് ഒരു പ്രോബ്ലം വരാറുണ്ട്, ഈ ചുമരും സൺസൈഡും കാണുന്നതുകൊണ്ട്. അപ്പൊ പൊസിഷൻ സെറ്റ് ചെയ്യുമ്പോൾ ഈ ചുമരും സൺസൈഡും കാണാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഈ ക്യാമറക്ക് തൊട്ട് മുമ്പിലായിട്ട് എന്തെങ്കിലും മരങ്ങളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്യാമറയുടെ പൊസിഷൻ ശരിക്ക് ആ ഒരു മരം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ ക്യാമറക്ക് തൊട്ടടുത്തായിട്ട് എന്തെങ്കിലും ഒരു പോസ്റ്റ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്യാൻ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ അതിലേക്കാണ് ഈ ക്യാമറയുടെ ഇൻഫ്രാറെഡ് ലൈറ്റ് വന്ന് തട്ടുന്നത്. അപ്പം അതിനപ്പുറത്തേക്കുള്ള കാഴ്ചകൾ നമ്മൾ കാണാതെ വരും, ക്ലിയർ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് സൺസൈഡും ചുമരും ഒന്നും കാണാത്ത രീതിയിൽ വേണം നമ്മൾ ക്യാമറയുടെ പൊസിഷൻ സെറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് കളർ വ്യൂ ക്യാമറ, ഫുൾ ടൈം കളർ ക്യാമറയുടെ ഒരു വീഡിയോ ആണ്. സൺസൈഡ് കാണുന്നതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരു വീഡിയോ. പിന്നെ പറയുമ്പം ഈ SMPS ആണ്, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. നമ്മൾ ക്യാമറയിലേക്ക് കണക്ട് ചെയ്യുന്ന SMPS. ഒരു ക്യാമറ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 12 വോൾട്ട് 500 മില്ലി ആംപിയർ കറണ്ട് ആവശ്യമാണ്. ഒരു നോർമൽ ക്യാമറയുടെ കാര്യമാണ്. പിന്നെ കളർ ക്യാമറ അല്ലെങ്കിൽ 6mm ക്യാമറ, 8mm ക്യാമറ, അങ്ങനെയുള്ള ക്യാമറകൾക്ക് അതിലും കൂടുതൽ കറണ്ട് അല്ലെങ്കിൽ പവർ ആവശ്യമാണ്. അപ്പൊ നമ്മുടെ നോർമൽ ഒരു ക്യാമറ വർക്ക് ചെയ്യുമ്പോൾ 3.6mm ഒരു സാധാരണ ക്യാമറ വർക്ക് ചെയ്യിപ്പിക്കും 500 മില്ലി ആംപിയർ ആവശ്യമാണ്. അത് നമ്മൾ DVRന്റെ അടുത്തുനിന്ന് കൊടുക്കുമ്പോൾ, DVRന്റെ അടുത്താണ് നമ്മൾ SMPS കണക്ട് ചെയ്യുക. പൊതുവെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ കണക്ട് ചെയ്ത് ഈ CCTV കേബിൾ വഴി 12 വോൾട്ട് പാസ് ചെയ്ത് പിന്നെ ക്യാമറയിലേക്ക് എത്തുമ്പോഴേക്കും ക്യാമറക്ക് ആവശ്യമായ പവർ കിട്ടാതെ വന്നാൽ
ആ ക്യാമറയിൽ നിന്നും വരുന്ന സിഗ്നലും, അതായത് അതിന്റെ വീഡിയോ ക്വാളിറ്റി കുറയും. അതുപോലെ നൈറ്റ് വിഷൻ ക്ലാരിറ്റി കുറയും. ഇപ്പൊ ഈ പകൽ സമയത്ത് വർക്ക് ചെയ്യുന്ന അതേ പവർ അല്ല രാത്രിയിലാവുമ്പോൾ ക്യാമറക്ക് ആവശ്യമായ പവർ, അതായത് ആ ക്യാമറക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായ പവർ എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് വർക്ക് ചെയ്യാനുള്ള പവറും ആവശ്യമാണ്. അതിന്റെ ആ ക്യാമറ ലെൻസ് വർക്ക് ചെയ്യുന്ന PCB വർക്ക് ചെയ്യാൻ ആവശ്യമായ പവറും ആവശ്യമാണ്. അപ്പം ഈ 500 മില്ലി ആംബിയർ കൂടുതൽ ചിലപ്പം ആവശ്യമായി വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ആംബിയർ കൂടിയ പവർ സപ്ലൈ നമ്മൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ പവർ കുറയുമ്പോൾ ഈ നൈറ്റ് വിഷൻ ക്ലാരിറ്റിയെ ബാധിക്കും. പകൽ സമയത്ത് അത്ര തന്നെ പ്രോബ്ലം കണ്ടുകൊള്ളണമെന്നില്ല. പക്ഷെ ഈ രാത്രി സമയത്ത് ക്ലാരിറ്റി അങ്ങനെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഗ്രെയിൻസ് വരാൻ സാധ്യത, അങ്ങനെയൊക്കെ പ്രോബ്ലങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ CCTV കേബിളിന്റെ 2 എൻഡിലായിട്ട് കണക്ട് ചെയ്യുന്ന കണക്ടറുകളാണ്. കണക്ടറിൽ മെയിൻ ആയിട്ട് വരുന്നത് BNC കണക്ടർ. DC കണക്ടർ അങ്ങനെ വലിയൊരു പ്രോബ്ലം കണ്ടിട്ടില്ല. പക്ഷെ BNC കണക്ടർ, ആ BNC കണക്ടർ നല്ല പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യാതെ, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല കോപ്പറിന്റെ BNC ഉപയോഗിക്കാതെ, നമ്മൾ ഏതെങ്കിലും ലോക്കൽ BNC മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ് ലോക്കൽ BNC, അങ്ങനെ കുറഞ്ഞൊരു ക്വാളിറ്റി കുറഞ്ഞ BNCകൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്ക് ഈ പിക്ചറിന് ഗ്രെയിൻസ്, ക്ലാരിറ്റി കുറവ്, കാര്യങ്ങളെല്ലാം സംഭവിക്കാറുണ്ട്. അപ്പോൾ അതും നല്ല രീതിയിൽ തന്നെ നമ്മൾ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് BNC DC കണക്ടറുകൾ. ഞാനിവിടെ നല്ല കോപ്പറിൻ്റെ BNC കണക്ടർ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ DC കണക്ടറും നല്ല DC തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഷോർട്ട് ആകാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ അതിൻ്റെ കണക്ടർ അടിച്ചിട്ടുണ്ട്. കേബിള് അതിൽ സ്ക്രൂ ചെയ്ത് പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമ്മളിതിൻ്റെ ഈ ടോപ്പ് അടക്കമാണ്, ആ BNCൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ടോപ്പ്. ശരിക്കും അത് ഇത്ര ടൈറ്റ് ആക്കാനേ പാടുള്ളൂ. ഓവറായിട്ട് ടൈറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിലുള്ള ആ ഭാഗം, ഈ പോസിറ്റീവ് കണക്ഷൻ വരുന്ന, അതായത് വീഡിയോ സിഗ്നൽ വരുന്ന ആ ഒരു കണക്ടർ, അതായത് BNCൻ്റെ സെൻറ്ററിൽ വരുന്ന ആ ഒരു ഭാഗം ഉള്ളിലേക്ക് കയറിപ്പോവും. പിന്നെ അതിന് ശേഷം നമ്മൾ ക്യാമറ കണക്ട് ചെയ്യുമ്പം ഒരു ലൂസ് കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് പലരും ശ്രദ്ധിക്കാതെ വരുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിക്ചറിലൊക്കെ ഗ്രെയിൻസ് വരാറുണ്ട്. CCTV പിന്നെ ഡിസ്പ്ലേയിൽ നോക്കുന്ന സമയത്ത് ഒരു ലൈനുകളൊക്കെ വരാൻ സാധ്യത ഉണ്ട്, അങ്ങനെ വരാറുണ്ട് പൊതുവെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ BNCയുടെ ആ ടോപ്പ്, ബാക്കിൽ വരുന്ന ആ ബ്ലാക്ക് കളറിൽ വരുന്ന ടോപ്പ് നമ്മൾ ലൂസാക്കിയിട്ട് ഓവറായിട്ട് ടൈറ്റ് ആക്കാതെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ BNC നമ്മൾ DVRലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു BNC കണക്ടറും ക്യാമറയിലേക്ക് കണക്ട് ചെയ്യുന്ന ആ BNC കണക്ടറും രണ്ട് സൈഡിലും എന്ത് ചെയ്യാം, ഇങ്ങനെ ഓവറായിട്ട് ടൈറ്റ് ആക്കാതെ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ലൂസ് കണക്ഷനും കാര്യങ്ങളൊന്നും വരില്ല. നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് CCTV ഡിസ്പ്ലേയിൽ കാണുകയും ചെയ്യും. അപ്പം എല്ലാവരും ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ചിലരൊക്കെ ഇത് ലൂസ് കണക്ഷൻ ആവരുത് എന്ന് വെച്ചിട്ടാണ് ഇതിൻ്റെ ബ്ലാക്ക് ടോപ്പ് ഓവറായിട്ട് ടൈറ്റ് ആക്കുന്നത്. പക്ഷേ അത് ശരിക്കും ഇത് ഇവിടെ കംപ്ലൈൻ്റ് ആണ് വരുന്നത്. അപ്പം ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കാം. പിന്നെ അതുപോലെ തന്നെ DVRന്റെ സ്റ്റാർട്ടപ്പ് വിസാർഡൊക്കെ ഡിസേബിൾ ചെയ്യാതെ, ഈ DVR ഓഫായി ഓണായി കഴിഞ്ഞാൽ എപ്പോഴും അതിന്റെ ആ മെനു അല്ല, അതിന്റെ ടൈം ഡേറ്റ് സെറ്റ് ചെയ്യുക, അതിന്റെ ബാക്കി കാര്യങ്ങൾ, ആ സെറ്റ് ചെയ്യുന്ന സെറ്റിങ്സുകൾ മൊത്തത്തിൽ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഡിസേബിൾ ചെയ്യാന്നുള്ളത് അറിയാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു പ്രോബ്ലം ആയിട്ടല്ല, പക്ഷെ എന്നിരുന്നാലും അതൊരു ഡിസേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇതിങ്ങനെ ആ ഒരു മെനു കാര്യങ്ങൾ വരുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഈ DVRലെ ടൈം ആൻഡ് ഡേറ്റ് സെറ്റ് ചെയ്യല്. ടൈം ആൻഡ് ഡേറ്റും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അത് 24 hour ആയിരിക്കും. അത് ഒന്ന് 12 hourക്ക് മാറ്റാൻ എങ്ങനെയെന്നുള്ളത് അറിയാത്തവർ ഇപ്പോഴും ഉണ്ട്. ആദ്യം നമുക്ക് സ്റ്റാർട്ടപ്പ് വിസാർഡ് എങ്ങനെയാണ് ഓഫ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് മെനുവിൽ കയറുക. മെനുവിൻ്റെ സെറ്റിങ്സ് അല്ല സിസ്റ്റം എന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ താഴെയായിട്ട് കാണാം എനേബിൾ വിസാർഡ് എന്നുള്ളത്. അതിലൊരു ടിക്ക് ഉണ്ടാവും. ആ ടിക്ക് ഒഴിവാക്കിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ DVR ഓഫായി ഓണായി വരുന്ന സമയത്ത് വരുന്ന മെനു കാര്യങ്ങളുണ്ട്, അതെല്ലാം
പിന്നീട് വരാതിരിക്കും. ഈ ടിക്ക് ഒഴിവാക്കി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിസ്പ്ലേ വരുന്നത് മാറി കിട്ടും. പിന്നെ നമുക്ക് ഡേറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാം? 24 hour ഉള്ളത് 12 hour ആക്കുന്നത്. അതിന് ഫസ്റ്റ് ടൈം സോൺ എന്നത് നമുക്ക് ഇന്ത്യ സെലക്ട് ചെയ്യാം. ഇന്ത്യ എന്നാൽ മദ്രാസ്, ബോംബെ, ന്യൂഡൽഹി എന്ന് പറഞ്ഞിട്ട് +5:30 വരുന്നത്. പിന്നെ അതിന് താഴെ സിസ്റ്റം ഡേറ്റ് ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. ഡേറ്റ്, മന്ത്, ഇയർ. അതിന് താഴെ സിസ്റ്റം ഡേറ്റ് സെലക്ട് ചെയ്യാം. പിന്നെ സിസ്റ്റം ടൈം, ഇവിടെ സെറ്റ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 24 hour ടൈമാണ്. അത് നമ്മൾ റെയിൽവേ ടൈം എന്ന് പറയുന്ന ആ ടൈമാണ്. ഇപ്പോൾ ഉച്ചക്ക് 1 മണിയാണെന്നുണ്ടെങ്കിൽ 13 എന്ന് സെറ്റ് ചെയ്യണം. എന്നിട്ട് അതിന് ശേഷം അപ്ലൈ ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം ചെയ്യേണ്ടത്, ഇതിൻ്റെ മെനുവിൽ തന്നെ ക്യാമറ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ക്യാമറ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഡിസ്പ്ലേ എന്ന് വരും. ഡിസ്പ്ലേ എന്ന ഈ ഓപ്ഷൻ വീണ്ടും ഓപ്പൺ ചെയ്യാം. ഇതിൽ ക്യാമറ നമ്പർ 1, ഒന്നാമത്തെ ക്യാമറയിലെ സെറ്റിങ്സ് ആണ് നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഡേറ്റ് ഫോർമാറ്റ് എന്നുള്ളത് ഡേറ്റ്, മന്ത്, ഇയർ ആക്കാം. ടൈം ഫോർമാറ്റ് എന്നുള്ളത് 12 hour മാറ്റിയിട്ട് 24 hour മാറ്റിയിട്ട് 12 hour ആക്കാം. അതിന് ശേഷം വീണ്ടും അപ്ലൈ ചെയ്യാം. ഈ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നാമത്തെ ക്യാമറയിലാണ് ഈ കാര്യങ്ങൾ സെറ്റായത്. ഇനി ബാക്കിയുള്ള എല്ലാ ക്യാമറയിലും 8 ചാനൽ DVR ആണെങ്കിൽ 8 ക്യാമറയിലും നമുക്ക് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ നമ്മൾ അപ്ലൈ ചെയ്തതിന് തൊട്ടപ്പുറം കോപ്പി എന്ന് കാണാം. ആ കോപ്പിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ക്യാമറയിൽ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത പോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ക്യാമറകൾ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ അനലോഗ് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ക്യാമറയിലും സെലക്ട് ആവും. അത് A1, A2, A3 എന്ന് പറയുന്ന എല്ലാത്തിലും സെലക്ട് ആവും. അതിന് ശേഷം ഓക്കെ കൊടുക്കാം. വീണ്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ക്യാമറയിലും ഈ 24 hour എന്നുള്ളത് 12 hourലേക്ക് മാറുകയും ഡേറ്റ്, മന്ത്, ഇയർ എന്നുള്ള ആ ഫോർമാറ്റിലേക്ക് വരികയും ചെയ്യും. നമുക്ക് ഡിസ്പ്ലേയിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ കഴിയും നമ്മൾ സെറ്റ് ചെയ്ത 10:22 AM. ഇപ്പോൾ AM ഉം PM ഉം വരാൻ തുടങ്ങും. അതായത് ഇപ്പോൾ പകൽ സമയത്ത് 10:22 ആണ്. അതുകൊണ്ട് ആ ഒരു ടൈം സെറ്റായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു അഭിപ്രായം പറയാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ.